എല്ലാവർക്കും നമസ്കാരം. ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചീര കൃഷിയെ പറ്റിയാണ് പറയുന്നത്. ചീര ഇത് നമ്മൾ ഗ്രോ ബാഗിൽ പാകി നിർത്തിയിരിക്കുന്ന ചീരയാണ്. ഇപ്പം നമ്മൾ മാറ്റി നടാൻ വേണ്ടി ഇങ്ങനെ ഗ്രോ ബാഗിൽ ആദ്യം നമ്മൾ ചീര വിത്ത് ഇട്ട് പാകി കിളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. എല്ലാം കൂടെ കൂടി നിൽക്കുകയാണ്. ഇതിപ്പം വളർന്നു വരുന്ന ഓരോന്നും നമ്മൾ പറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത്. ഒരുമാതിരി മാറ്റി നടാറായിട്ടുണ്ട്. ഇതിൽ പലതും കുറച്ചൊക്കെ മാറ്റി നമ്മൾ നടുകയും ചെയ്തു. കണ്ടില്ലേ, നിറയെ തൈകൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഈ തൈ പാകുമ്പോൾ തന്നെ ശ്രദ്ധിക്കാനുള്ള കേസം എന്നാന്ന് പറഞ്ഞാൽ, ഈ തൈ നല്ല ഒരു ഗ്രോ ബാഗ് മിക്സ് തയ്യാറാക്കി വേണം തൈ പാകാൻ. നമ്മളിപ്പോൾ ഈ തയ്യാറാക്കിയ ഗ്രോ ബാഗിൽ മിക്സ് തയ്യാറാക്കിയപ്പോൾ നമ്മൾ മണ്ണിൻ്റെ കൂടെ പിന്നെ ചാണകം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇവയൊക്കെ ചേർത്താണ് മിക്സ് തയ്യാറാക്കിയത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് വളർന്നു വന്നിട്ടുണ്ട്. എല്ലാ ചീരകളും നല്ല രീതിയിൽ വളർന്ന് പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ മാറ്റി നട്ടതാണ്. ആ കൂടെ ഉണ്ടായിരുന്ന ചെറിയ തൈകൾ മാറ്റി നട്ട് ഇത്രയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഓരോ ഗ്രോ ബാഗുകളിൽ. ഇപ്പോൾ നമ്മളിത് മുളക് ആണത്, മുളകിൻ്റെ കൂടെ സൈഡിൽ നട്ടിരിക്കുകയാണ്. മുളക് വളരുന്നതിനോടൊപ്പം ഇതിപ്പോൾ 1-2 മാസം മതി. 1.5 മാസത്തിനുള്ളിൽ തന്നെ ചീര നമുക്ക് പൂർണ്ണമായിട്ട് വിളവെടുക്കാൻ സാധിക്കും. കണ്ടില്ലേ, ഈ ചീരയൊക്കെ നമ്മൾ വേറൊരു ഗ്രോ ബാഗിൽ മറ്റൊരു ചെടിപ്പോൾ ഇത് വെണ്ടയുടെ കൂടെയാണ് അത് നട്ടിരിക്കുന്നത്. ഇപ്പം വെണ്ട നമ്മൾ കായ്ച്ചിട്ടുണ്ടെങ്കിലും ഇതിപ്പം വെണ്ടയ്ക്ക് ഒരു ഭീഷണിയല്ല. കാരണം ഇതിപ്പോൾ ഒരു മാസം നിൽക്കുമ്പോഴത്തേനും നമ്മളിത് വിളവെടുക്കും. കണ്ടില്ലേ, നമ്മൾ ആ ചെറിയ ചീര നട്ട് നമ്മൾ മാറ്റി നട്ടപ്പോഴത് വളർന്നു വന്നതാണ്. ഇത് കണ്ടില്ലേ, അങ്ങനെയാണ് നമ്മൾ സാധാരണ നടാറ്. പിന്നെ ഗ്രോ ബാഗിൽ തന്നെ ചീര തന്നെയും നമ്മൾ നടുന്നുണ്ട്. എളുപ്പത്തിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഒരു വിളയാണ് ചീര. കാരണം ഇപ്പം നമുക്ക് ഇലക്കറികളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ ബെസ്റ്റ് സാധനമാണ്. വളരെ എളുപ്പമാണെന്നുള്ളതാണ് ചീരയുടെ ഗുണം. 1 മാസം കൊണ്ട് തന്നെ നമുക്കിത് വിളവെടുക്കാം. പ്രത്യേകിച്ച് വലിയ വളങ്ങളൊന്നും നൽകേണ്ട. ചാണകപ്പൊടി ഒക്കെ നൽകി പിന്നീട് നമ്മളിപ്പം വേപ്പെണ്ണ എമൾഷനൊക്കെ ഇടയ്ക്കൊന്ന് തളിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുന്നുള്ളൂ. ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ വരുമ്പോൾ വേപ്പെണ്ണ എമൾഷനൊക്കെ തളിച്ച് കൊടുക്കുന്നുണ്ട്. സ്യൂഡോമോണോസൊക്കെ ഒന്ന് നമ്മൾ പച്ചക്കറികൾക്കൊക്കെ നനയ്ക്കാൻ തയ്യാറാക്കുന്ന കൂട്ടത്തിലൊന്ന് നനച്ച് വിടുന്നതേ ഉള്ളൂ ചീരയ്ക്ക്. കണ്ടില്ലേ, ഇത് നമ്മളിനി മാറ്റി നടാനുള്ള ചീരയാണ്. ഉണ്ടോ, ചീരയുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ള പച്ചക്കറികളുടെ കൂടെ സൈഡിലായിട്ട് നമ്മൾ ഗ്രോ ബാഗിൽ വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ അങ്ങ് നട്ട് കൊടുത്താൽ മതി. അത് പിന്നീട് നമുക്ക് മാറ്റുകയും ചെയ്യാം. പിന്നെ ചീര ഒന്നുകിൽ പറിച്ചെടുക്കുക, അല്ലെങ്കിൽ മുറിച്ച് തണ്ടിൽ അടിയിൽ നിന്ന് മുറിച്ചെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ചീര പൊട്ടിക്കിളുത്ത് വരുന്നോളും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒന്ന് പറിച്ചെടുക്കുന്നത് മൂലമുള്ള നഷ്ടം ഒഴിവാക്കാം. വീണ്ടും അതിൽ നിന്ന് കിളുത്ത് വരും.